നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജിലോട്ടിലേക്ക് സ്വാഗതം. അങ്ങനെ അവസാനം ഇന്ത്യയുടെ അഭിലാഷമായ മാർസ് ലാൻഡർ ദൗത്യമായ മംഗൾയാൻ 2-ന് ബഹിരാകാശ കമ്മീഷന്റെ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. ഇത് രാജ്യത്തിന്റെ ബഹിരാകാശ പര്യവേഷണ ശ്രമങ്ങളിലെ ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ്. ചൊവ്വയിലെ ഒരു ബഹിരാകാശ പേടകം ഇറക്കുക എന്നത് ഈ ദൗത്യത്തിന്റെ ലക്ഷ്യമാണ്. അമേരിക്ക, റഷ്യ, ചൈന എന്നിവയ്ക്ക് ശേഷം ഇത്തരമൊരു നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യയെ ഇത് സ്ഥാനപ്പെടുത്തുന്നു എന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര മന്ത്രിസഭയിൽ നിന്നാണ് ദൗത്യത്തിനുള്ള അന്തിമ അംഗീകാരം തേടുക. ദൗത്യത്തിൻ്റെ ലക്ഷ്യങ്ങളും സവിശേഷതകളും പരിശോധിക്കുകയാണെങ്കിൽ ചൊവ്വയുടെ ഉപരിതലത്തെയും അന്തരീക്ഷത്തെയും കുറിച്ചുള്ള ഇന്ത്യയുടെ ധാരണ വർദ്ധിപ്പിക്കുന്നതിനാണ് മാർസ് ലാൻഡർ ദൗത്യം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ചൊവ്വയിൽ ശാസ്ത്രീയ പഠനങ്ങൾ നടത്താൻ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു ലാൻഡറും അതിനോടൊപ്പം തന്നെ ഒരു റോവറും ഈ ദൗത്യത്തിൽ ഉൾപ്പെടുന്നു എന്നതാണ്. ചൊവ്വയുടെ ഭൂമിശാസ്ത്രത്തെയും കാലാവസ്ഥയെയും കുറിച്ചുള്ള ഗവേഷണം കൂടുതൽ ആഴത്തിലാക്കുക, ആഗോള ശാസ്ത്രീയ അറിവിലേക്ക് വിലപ്പെട്ട ഡേറ്റ സംഭാവന ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. 2014 വിജയകരമായി ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ച് 7 വർഷത്തിലേറെ പ്രവർത്തിച്ച ഇന്ത്യയുടെ മുൻ മാർസ് ഓർബിറ്റൽ ദൗത്യത്തിൻ്റെ MOMന്റെ വിജയത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ ദൗത്യം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ ഗ്രഹാന്തര ദൗത്യം എന്ന നിലയിലും ചെലവ് കുറഞ്ഞതിൻ്റെ പേരിലും MOM ശ്രദ്ധേയമായിരുന്നു. മറ്റ് ബഹിരാകാശ ഏജൻസികളെ അപേക്ഷിച്ച് ചെലവിൻ്റെ ഒരു ചെറിയ ഭാഗത്തിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിലും ഇത് ശ്രദ്ധേയമായിരുന്നു. ഇന്ത്യയുടെ ബഹിരാകാശ പരിപാടിക്കായുള്ള ഒരു വലിയ ദർശനത്തിൻ്റെ ഭാഗമാണ് മാർസ് ലാൻഡർ ദൗത്യം. അതിൽ ഇവ ഉൾപ്പെടുന്നു: 2035 ഒരു ഇന്ത്യൻ ബഹിരാകാശ നിലയം സ്ഥാപിക്കുക, 2040 ഒരു ഇന്ത്യൻ ബഹിരാകാശ യാത്രികനെ ചന്ദ്രനിലേക്ക് അയക്കുക, ചന്ദ്ര പര്യവേഷണം ലക്ഷ്യമിട്ടുള്ള ഭാവി ചന്ദ്രയാൻ ദൗത്യങ്ങൾ, അടുത്ത തലമുറ വിക്ഷേപണ വാഹനങ്ങൾ വികസിപ്പിക്കുക, ചൊവ്വയ്ക്ക് പുറമെ ശുക്രനെ ലക്ഷ്യം വെച്ചുള്ള ദൗത്യങ്ങളും കാനഡയുമായി അൾട്രാവയലറ്റ് ജ്യോതിശാസ്ത്രത്തിൽ സഹകരണ പദ്ധതികളും ISRO ആസൂത്രണം ചെയ്യുന്നുണ്ട്. വിജയിച്ചാൽ മംഗൾയാൻ 2 ഒരു മുൻനിര ബഹിരാകാശ ശക്തി എന്ന നിലയിൽ ഇന്ത്യയുടെ പദവി ഉറപ്പിക്കുക മാത്രമല്ല ചെയ്യുക, ഗ്രഹ പര്യവേഷണത്തെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര ശാസ്ത്ര ഗവേഷണത്തിന് ഗണ്യമായ സംഭാവന നൽകുകയും ചെയ്യും. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ.